ടാക്സ് അപ്ഡേറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. GSTയിലെ ഏറ്റവും പുതിയ റിട്ടേൺ ഫയലിംഗ് സമ്പ്രദായത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. GST പോർട്ടലിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ്സ് QRMP. GSTയിൽ വന്നിരിക്കുന്ന പുതിയ റിട്ടേൺ സമ്പ്രദായമാണ് QRMP. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സർക്കുലർ ആൻഡ് നോട്ടിഫിക്കേഷൻസ്, എലിജിബിലിറ്റി ഫോർ ദി സ്കീം, ചേഞ്ചിങ് ഓഫ് ഓപ്ഷൻസ്, ക്വാർട്ടർലി ഫയലിംഗ് ഓഫ് GSTR 1, ക്വാർട്ടർലി ഫയലിംഗ് ഓഫ് GSTR 3B, ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി IFF, മന്ത്ലി പേയ്മെൻറ്റ് ഓഫ് ടാക്സ് PMT 06, ഫിക്സഡ് സം മെത്തേഡ്, സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡ്, റീഫണ്ട് ക്ലെയിം, ആപ്ലിക്കബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, ആപ്ലിക്കബിലിറ്റി ഓഫ് ലേറ്റ് ഫീ. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. 5/10/2020 കൂടിയ 42ാമത് GST കൗൺസിലാണ് recommended the registered person having aggregate turnover up to 5 crore may be allowed to furnish return on quarterly basis along with the monthly payment of tax. ഒരുപക്ഷെ 5 കോടി താഴെയുള്ള നികുതിദായകർക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും ഇങ്ങനൊരു സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപ്രകാരമാണ് GST കൗൺസിൽ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. 3 മാസം കൂടുമ്പോൾ GSTR 1ഉം GSTR 3Bയും ഫയൽ ചെയ്യുക. അപ്പോൾ ഒരു വർഷത്തിൽ GSTR 1 4 GSTR 3B 4, അങ്ങനെ 8 റിട്ടേൺ ആണ് ഒരു വർഷത്തിൽ ഒരു രജിസ്റ്റേർഡ് ടാക്സ് പേഴ്സൺ ഫയൽ ചെയ്യേണ്ടി വരിക. 5 കോടിക്ക് താഴെയാണ് അവരുടെ വാർഷിക വിറ്റുവരവെങ്കിൽ. സർക്കുലർ ആൻഡ് നോട്ടിഫിക്കേഷൻസ് ഫോർ QRMP സ്കീം. ഈ സ്കീമിൽ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻസും സർക്കുലറും നമുക്കറിയാം. GST ആക്ട്, റൂള്, ധാരാളം നോട്ടിഫിക്കേഷൻസ്, ധാരാളം സർക്കുലറുകൾ, ക്ലാരിഫിക്കേഷൻസ്, പ്രസ് റിലീസ്, ഇതെല്ലാം അടങ്ങിയതാണ് ഈ GSTയുടെ നിയമം പോകുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസും സർക്കുലറും പഠിച്ചാൽ മാത്രമാണ് നമുക്ക് GSTയിൽ വരുന്ന അത് കാലഘട്ടത്തിൽ വരുന്ന സമ്പ്രദായങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ QRMP സ്കീമിനും അവർ ഏകദേശം 4 നോട്ടിഫിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്പർ 81, 82, 84 ആൻഡ് 85. ഒരു സർക്കുലറും ഇറക്കിയിട്ടുണ്ട്. 143 എന്ന് പറഞ്ഞൊരു സർക്കുലറും ഇതിനു വേണ്ടി ഇറക്കിയിട്ടുണ്ട്. എലിജിബിലിറ്റി ഫോർ ദി സ്കീം. ആരാണ് ഈ സ്കീമിന് എലിജിബിലിറ്റി ഉള്ള ടാക്സ് പേഴ്സ്? ടേൺ ഓവർ അപ് ടു 5 crore. പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ 5 കോടിയിൽ വിറ്റുവരവുള്ള രജിസ്റ്റേർഡ് ടാക്സ് പേഴ്സാണ് ഈ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ഉള്ളത്. രജിസ്റ്റേർഡ് പേഴ്സൺ who is required to furnish a return from 3B and who has aggregate turnover up to 5 crore in the preceding financial year is eligible for the QRMP scheme. Exercising option for the scheme. എങ്ങനെയാണ് ഈ സ്കീമിലേക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്? A registered person can opt in for any quarter from the first day of the second month of the preceding quarter to the last day of the first month of the quarter. നമുക്ക് ഇതിൽ ഫസ്റ്റ് ഡേ ഓഫ് ദി സെക്കൻഡ് മന്ത്, ലാസ്റ്റ് ഡേ ഓഫ് ദി ഫസ്റ്റ് മന്ത് ഓഫ് ദി ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു ടേബിൾ മുഖേന നമ്മളത് വിശദീകരിക്കാം. നോക്കാം. ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ജാനുവരി 1 മുതലാണ് ഈ സമ്പ്രദായം നിലവിൽ വരുന്നത്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ചാണ് ഒരു ക്വാർട്ടർ. ആ ക്വാർട്ടറിലേക്ക് ഈ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുത്തിരിക്കുന്നത് ഡിസംബർ 5 മുതൽ ജാനുവരി 31 വരെയാണ്. ഫസ്റ്റ് ക്വാർട്ടറിലേക്ക് മാത്രമാണ് ഈ 2 മാസ കാലാവധി അവർ തന്നിരിക്കുന്നത്. അടുത്ത ക്വാർട്ടർ എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ ആണ്. ഈ ക്വാർട്ടറിലേക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സമയം
പ്രീവിയസ് ക്വാർട്ടറിലെ ഈ ജനുവരി ഫെബ്രുവരി മാർച്ചിലെ ഈ പ്രീവിയസ് ക്വാർട്ടറിലെ ഫെബ്രുവരി സെക്കൻഡ് മന്ത് ഓഫ് ആ ഫെബ്രുവരി 1 മുതൽ ആ കറണ്ട് ക്വാർട്ടറിലെ ഫസ്റ്റ് മന്തിൻ്റെ ലാസ്റ്റ് ദിവസം വരെ. അപ്പോൾ ഫെബ്രുവരി മുതൽ ഏപ്രിൽ 30 വരെയാണ് നമുക്ക് ഈ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത്. ഫയലിംഗ് ഓഫ് ദി ലാസ്റ്റ് റിട്ടേൺ ആസ് ഡ്യൂ ഓൺ ദി ഡേറ്റ് ഇസ് മസ്റ്റ് ഫോർ ദി സ്കീം. അതായത് ഈ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ പ്രിസീഡിങ് ഇയറിലെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻ ഓർഡർ ടു എക്സസൈസ് ദിസ് ഓപ്ഷൻ ദ രജിസ്റ്റേർഡ് പേഴ്സൺ മസ്റ്റ് ഹാവ് ഫർണിഷ്ഡ് ദ ലാസ്റ്റ് റിട്ടേൺ ആസ് ഡ്യൂ ഓൺ ദി ഡേറ്റ് ഓഫ് എക്സസൈസിങ് സച്ച് ആൻ ഓപ്ഷൻ. അതിൻ്റെ ഡ്യൂ ഡേറ്റിന് മുന്നായിട്ട് ഫയൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. രജിസ്റ്റേർഡ് പേഴ്സൺ ആർ നോട്ട് റിക്വയർഡ് ടു എക്സസൈസ് ദി ഓപ്ഷൻ എവറി ക്വാർട്ടർ. വൺസ് നമ്മളൊരു ക്വാർട്ടർ ഒരു ക്വാർട്ടറിൽ ഈ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്വാർട്ടറിലും അത് ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേർ സച്ച് ഓപ്ഷൻ ഹാസ് ബീൻ എക്സസൈസ്ഡ് വൺസ് they shall continue to furnish the return as per the selected option for future tax periods. പിന്നീട് വരുന്ന ആ പീരീഡിൽ വീണ്ടും നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അൺലെസ് ദേ റിവൈസ് ദ സെറ്റ് ഓപ്ഷൻ. നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഈ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനും നമുക്ക് സമയം തന്നിട്ടുണ്ട്, നമുക്ക് ഒരു സ്വാതന്ത്ര്യം അവർ തന്നിട്ടുണ്ട്. ഏത് ക്വാർട്ടറിലേക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാം, ഏത് ക്വാർട്ടറിൽ വേണ്ടി നമുക്ക് അതിന് വിഡ്രോ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ അൺലെസ് ദ റിവൈസ് സെഡ് ഓപ്ഷൻ, നമ്മളൊരു സ്കീമിൽ നിന്ന് വിഡ്രോ ചെയ്യാത്തടത്തോളം കാലം അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതായിരിക്കും. ഡിഫോൾട്ട് മൈഗ്രേഷൻ ഫോർ ദി ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദി സ്കീം. ഫസ്റ്റ് ക്വാർട്ടറിൽ നമുക്കൊരു മൈഗ്രേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം വാറ്റ് പീരീഡിൽ നിന്ന് GST വന്നപ്പോൾ വാറ്റിൽ നിന്ന് നമുക്കൊരു GSTയിലേക്ക് ഒരു മൈഗ്രേഷൻ വന്നിരുന്നു. എന്നുമാതിരി തന്നെ നിലവിലുള്ള സമ്പ്രദായത്തിൽ നിന്ന് ഒരു മൈഗ്രേഷൻ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തരുന്നുണ്ട്. ദ സ്കീം വിൽ ബി ആപ്ലിക്കബിൾ വിത്ത് എഫക്ട് ഓഫ് 1st January 2021. The facilitate the taxpayers, it has been decided that for the first quarter, that is January, February, March ആണ് first quarter, the registered person having turnover up to 5 crore and have furnished a return from the 3B for the October 2020 by 30th November 2020 shall be migrated on the common portal. അതായത് ഒക്ടോബറിലെ റിട്ടേൺ നവംബർ 30 മുൻപായിട്ട് 3B ഫയൽ ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പുതിയ സ്കീമിലേക്ക് മൈഗ്രേഷൻ നടക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒക്ടോബർ മാസത്തെ റിട്ടേൺ ഈ നവംബർ 30 തന്നെയെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് മാത്രമാണ് മൈഗ്രേഷൻ നടക്കുകയുള്ളൂ. ഓട്ടോ മൈഗ്രേഷൻ്റെ ഒരു ചാർട്ട് GST ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതാണ് അപ് ടു 1.5 crore rupees ആൻഡ് ഫർണിഷ്ഡ് ഫോം GSTR 1 മന്ത്ലി ബേസിസ്. മന്ത്ലി ബേസിസിലുള്ള ആൾക്കാരാണെങ്കിൽ മന്ത്ലി റിട്ടേൺ തന്നെയാണ് ഡിഫോൾട്ട് ഓപ്ഷൻ കിടക്കുന്നത്. അപ് ടു 1.5 crore rupees ഫർണിഷിംഗ് GSTR 1 ഓൺ ദി ക്വാർട്ടർലി ബേസിസ്, അതിൻ്റെ ഡിഫോൾട്ട് ഓപ്ഷൻ ക്വാർട്ടർലി റിട്ടേൺ തന്നെയാണ്. മോർ ദാൻ 1.5 crore rupees ആൻഡ് അപ് ടു 5 crore rupees പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ക്വാർട്ടർലി റിട്ടേൺ ആണ്. ഇതിൽ എനിക്ക് മനസ്സിലായത് 1.5 കോടിക്കും 5 കോടിക്കും ഇടയിലുള്ള ടാക്സ് പേയേഴ്സിന് അവർ GSTR 1 ബേസ് ചെയ്തിട്ടില്ല, ക്വാർട്ടർലി റിട്ടേൺ മൈഗ്രേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രായോഗിക തലത്തിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നോൺ ഫയലേഴ്സ് GSTR 3B for the October 20th in time have to opt after filing it. ഇനിയിപ്പോൾ the taxpayers who have not filed their return October 2020 on before 30th November will not be migrated to scheme. നമുക്ക് ഓട്ടോ മൈഗ്രേഷൻ നടക്കില്ല എന്നുള്ളൂ, പക്ഷെ നമുക്കത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ചേഞ്ചിങ് ഫോർ ഓപ്ഷൻ. The default option has been provided for the convenience of registered person. ഈ ഡിഫോൾട്ട് ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സിൻ്റെ കൺവീനിയൻസ് അനുസരിച്ചാണ്. സച്ച് എ രജിസ്റ്റേർഡ് പേഴ്സൺ ആർ ഫ്രീ ടു ചേഞ്ച് ദ ഓപ്ഷൻ ആസ് എബോവ് ഇഫ് ദേ സോ ഡിസയർ. അവരുടെ ഇഷ്ടാനുസരണം ഈ സ്കീമിൽ നിന്ന് ഓപ്റ്റ് ചെയ്യാനും അത് വിഡ്രോ ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഫോർ ദി ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദി സ്കീം ദ ചേഞ്ച് ക്യാൻ ബി ഡൺ ഫ്രം ദി 5th
December 2020 to 31st January 2021. സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യുന്ന അതേ കാലയളവ് തന്നെയാണ് സ്കീമിൽ നിന്ന് വിഡ്രോ ചെയ്യാനും അവർ രജിസ്റ്റേർഡ് ടാക്സ് പേഴ്സിന് കൊടുത്തിരിക്കുന്ന സമയം. Opt out from the scheme on turnover exceed rupees 5 crore. In case aggregate turnover exceed 5 crore, അവരുടെ വാർഷിക വിറ്റുവരവ് aggregate turnover exceed 5 crore rupees during any quarter of the current financial year, the registered person shall not be eligible to scheme from the next quarter. ഒരു ക്വാർട്ടറിൽ തന്നെ അവർ വിറ്റുവരവ് ഏകദേശം 5 കോടിയിൽ കൂടുതലാണ്. ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ആണെന്ന് പറയും. ഏപ്രിലോ മെയ്യിലോ അവർ വിറ്റുവരവ് 5 കോടിയിൽ കൂടുതലാണെങ്കിൽ അവർക്ക് ഈ സ്കീമിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പുറത്തു വന്ന് അവർ മന്ത്ലി ബേസിസ് ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. Such a registered person shall opt for furnishing the return on monthly basis. Quarterly filing of GSTR 1. The registered person opting for the scheme would be required to furnish the details of outward supply from GSTR 1 quarterly as per the rule 59 of the CGST rule. നമുക്കറിയാം GSTR 1 ഇപ്പോഴും ക്വാർട്ടർലി ഫയൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മന്ത്ലി ഫയൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ക്വാർട്ടർലി ഫയൽ ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് വരുന്നു മാത്രമേ ഉള്ളൂ. ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി IFF GST കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ സ്കീം, ഒരു സിസ്റ്റമാണ് IFF. A registered person will have to the invoice furnishing facility to furnish the details for each of the first and second month of the outward supply to a registered person as he may consider necessary between the first day of the succeeding month till the 13th day of the succeeding month. നമ്മൾ പറഞ്ഞു ക്വാർട്ടർലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് GSTR 1. അപ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ചാണ് ഒരു ക്വാർട്ടർ എങ്കിൽ ഈ ജാനുവരിയിൽ നമുക്ക് ഈ ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഡേ ടു 13th വരെ നെക്സ്റ്റ് മന്തിൽ നമുക്ക് ആ ജാനുവരിയിലെ റിട്ടേണുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട്. ഫെബ്രുവരിയിൽ നമുക്ക് 13 വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. മാർച്ചിൽ നമ്മൾ GSTR 1 അപ്ലോഡ് ചെയ്യണം. ഇതാണ് അവർ പറയുന്ന ഒരു ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി IFF എന്ന് പറയുന്നത്. ജാനുവരി ഫെബ്രുവരി മാർച്ചിൽ ജാനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും നമുക്ക് ഇൻവോയ്സ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിടാം, സേവ് ചെയ്യാം. മാർച്ചിൽ GSTR 1 ഫയൽ ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്ത ഇൻവോയ്സുകൾ അല്ലാത്ത ഇൻവോയ്സുകൾ നമുക്ക് മാർച്ചിൽ അപ്ലോഡ് ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ദിസ് ഫെസിലിറ്റി ഫോർ ഫർണിഷിംഗ് IFF ഫോർ പ്രീവിയസ് മന്ത് വുഡ് നോട്ട് ബി അവൈലബിൾ ആഫ്റ്റർ 13th ഓഫ് ദി മന്ത്. ഈ IFF എന്ന് പറയുന്നത് 13-ാം തീയതി വരെയാണ് നമുക്ക് സമയം തന്നിട്ടുള്ളത്. 13-ാം തീയതിക്ക് ശേഷം നമുക്ക് ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. The facility of IFF has been provided so as to allow details of such supplies to be duly reflected in the form GSTR 2A and form GSTR 2B. നമുക്കറിയാം 2Bയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ IFF ഫെസിലിറ്റി പ്രകാരം അപ്ലോഡ് ചെയ്യുന്ന ഇൻവോയ്സുകൾ GSTR 2Aയിലും 2Bയിലും വരുന്നതാണ്. Continuous upload of invoicing available in IFF. As a facilitation measure, continuous upload of invoice would also be provided for the registered person, wherein they can save the invoices in IFF from the first day of the month till 13th day of the succeeding month. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് ഇൻവോയ്സ് അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്യാവുന്നൊരു സംവിധാനം ഈ IFFൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The details of invoice furnishing using the said facility in the first 2 months are not required to furnishing again from GSTR 1. അപ്പോൾ ഈ IFF സ്കീം ഓപ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ആദ്യ 2 മാസങ്ങളിൽ IFF മുഖാന്തരം അവരെ B2B ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാസങ്ങളിലെ GSTR 1 അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ 3-ാമത്തെ മാസം GSTR 1 അപ്ലോഡ് ചെയ്യുമ്പോൾ ആ 2 മാസത്തെ ഇൻവോയ്സുകൾ ഒഴികെയുള്ള ഇൻവോയ്സുകൾ മാത്രമേ ഈ ലാസ്റ്റ് മാസത്തിൽ ഉൾപ്പെടുത്തി ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
അടുത്തൊരു സമ്പ്രദായമാണ് മന്ത്ലി പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഈ പുതിയ സിസ്റ്റം പ്രകാരം കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ് മന്ത്ലി പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ദ രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ ദി സ്കീം വുഡ് ബി റിക്വയർഡ് ടു പേ ദ ടാക്സ് ഡ്യൂ ഓൺ മന്ത്ലി ബേസിസ് ഇൻ ഈച്ച് ഓഫ് ദി ഫസ്റ്റ് 2 months ഓഫ് ദി ക്വാർട്ടർ. നമുക്കറിയാം, ഇപ്പോൾ 3B നമ്മൾ ഫയൽ ചെയ്യുന്നത് മന്ത്ലി ആണ്. ആ 3Bയെ അവർ ക്വാർട്ടർലി ആക്കി കൊന്നിരിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ്റിന് നികുതി അതത് മാസം തന്നെ ആവശ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തികൾക്ക് നികുതിയാണ് ഏക വരുമാന മാർഗം. അപ്പോൾ അവർക്ക് നികുതി കിട്ടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം മന്ത്ലിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ദ ഫോം PMT-06 ഈസ് റിക്വയർഡ് ടു ബി യൂസ്ഡ് ഫോർ ദി പർപ്പസ്. ഈ പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ രീതിയാണ് PMT-06 എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ. ദ ഡ്യൂ ഡേറ്റ് ഓഫ് ടാക്സ് പേയ്മെൻറ്റ് ഈസ് ദ 25th ഓഫ് ദി സക്സീഡിംഗ് മന്ത്. ഈ PMT-06 പ്രകാരം ടാക്സ് അടയ്ക്കുന്ന ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്തിൻ്റെ സക്സീഡിംഗ് മന്തിൻ്റെ 25ാം തീയതിയാണ് അതിൻ്റെ സമയം കൊടുത്തിരിക്കുന്നത്. മന്ത്ലി പേയ്മെൻറ്റ് ഫോർ ദി ക്വാർട്ടർലി ടാക്സ്. While generating the challan, taxpayers should be select monthly payment for the quarterly taxpayers as a reason for the generating the challan. നമ്മൾ ഇതിനു വേണ്ടി ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൊടുക്കുന്ന ഇത് മന്ത്ലി പേയ്മെൻറ്റ് ഫോർ ദി ക്വാർട്ടർലി ടാക്സ് പേയേഴ്സ്, അങ്ങനെ ഒരു ചലാൻ പുതിയതായിട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു പ്രായോഗിക തലത്തിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വിശദീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് മന്ത്ലി പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. നമ്മൾ പറഞ്ഞു ക്വാർട്ടർലി ആണ് 3B ഫയൽ ചെയ്യുന്നത്, മന്ത്ലി ആണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഈ മന്ത്ലി അടയ്ക്കുന്ന പേയ്മെൻറ്റ് നമുക്ക് ഇഷ്ടമുള്ളൊരു പേയ്മെൻറ്റ് അടയ്ക്കുക എന്നുള്ളതല്ല അതിലുദ്ദേശിക്കുന്നത്. അവരതിനൊരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. The taxpayer is free to avail either for the following 2 options provided below the monthly payment of tax during the first 2 months. ആദ്യ 2 മാസങ്ങളിലാണ് നമുക്ക് ഈ പേയ്മെൻറ്റ് PMT-06 പ്രകാരം പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ആണെങ്കിൽ ഏപ്രിലും മെയ്യിലും PMT-06 വെച്ച് ഫയൽ ചെയ്യാം. ജൂണിൽ ടോട്ടൽ ടാക്സ് എത്രയാണെന്ന് വെച്ചാൽ അത് അടച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അതിലൊരു മെത്തേഡാണ് ഫിക്സഡ് സം മെത്തേഡ്. ഈ ഫിക്സഡ് സം മെത്തേഡ് തന്നെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 35% ഓഫ് ടാക്സും 100% ഓഫ് ടാക്സും. നമുക്ക് നോക്കാം എന്താണ് ഈ 35%, 100%. അത് ഈ ഫിക്സഡ് സം മെത്തേഡിലുള്ള 2 ഓപ്ഷനാണ്. എ ടാക്സ് പേയേഴ്സ് ഹു ഹാസ് ഫർണിഷ്ഡ് എ ക്വാർട്ടർലി റിട്ടേൺ ഇൻ എ പ്രിസീഡിംഗ് ക്വാർട്ടർ ക്യാൻ ഓപ്റ്റ് ടു പേ 35% ഓഫ് ടാക്സ് പെയ്ഡ് ഇൻ ദ ക്യാഷ് ഇൻ ദ പ്രിസീഡിംഗ് ക്വാർട്ടർ. നമുക്ക് നോക്കാം, ഒരു ടേബിൾ വെച്ച് അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റും. നോക്കാം. അതായത് ടാക്സ് പെയ്ഡ് ഇൻ ക്യാഷ് ഇൻ ക്വാർട്ടർ, ജനുവരി ഫെബ്രുവരി മാർച്ച് ക്വാർട്ടറിൽ നമ്മൾ അടച്ചിരിക്കുന്ന ടോട്ടൽ ടാക്സ് ആണ് 100 രൂപ. 3 ക്വാർട്ടറും 3 മന്തും കൂടിയുള്ള ടോട്ടൽ ടാക്സ് ക്യാഷായിട്ട് അടച്ചത് 100 രൂപയാണ് എങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ചിൻ്റെ പിന്നീട് വരുന്ന ക്വാർട്ടർ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ ആണ്. ആ ഏപ്രിൽ മെയ് ജൂണിൽ ഏപ്രിലും മെയ്യിലും ഈ 100 രൂപയുടെ 35% ഈച്ച് ഓഫ് ദി മന്ത്സ്, 2 മാസങ്ങളിലും ഈ 100 രൂപയുടെ ടോട്ടൽ അടച്ച ക്യാഷിൻ്റെ 35% വെച്ച് 2 മാസങ്ങളിൽ നമ്മൾ അടയ്ക്കണം. CGST 100, SGST 100, IGST ഒരു 1000 അടച്ചു, സെസ് ഒരു 200 നമ്മൾ കഴിഞ്ഞ മാസം അടച്ച് കഴിഞ്ഞ ക്വാർട്ടറിൽ ടോട്ടൽ ക്യാഷ് അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏപ്രിലിൽ 35 രൂപ അടയ്ക്കുക, മെയ്യിൽ 35 രൂപ അടയ്ക്കുക. അതാണ് ഒരു സിസ്റ്റം. മറ്റൊരു സിസ്റ്റം ടാക്സ് പെയ്ഡ് ഇൻ ക്യാഷ് ക്വാർട്ടറിൽ ലാസ്റ്റ് മന്ത് അടച്ച എമൗണ്ട്, ടാക്സ് പെയ്ഡ് ഇൻ ദ ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ ക്വാർട്ടറിലെ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ അടച്ച ടാക്സ് 50 രൂപയാണ് എങ്കിൽ ഈ ഏപ്രിലും മെയ്യിലും ഈച്ച് ഓഫ് ദി മന്ത് 50 രൂപ വെച്ച് 2 മാസവും അടയ്ക്കാം. അത് 100% ഓഫ് ടാക്സ്. 2 സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് 35%, 2 100%. ഇതിന് 2ന് വ്യത്യാസം ഇത്രയൊക്കെ ഉള്ളൂ. 35% എന്ന് പറഞ്ഞാൽ ക്വാർട്ടറിൽ ഫുൾ അടച്ച ടാക്സിൻ്റെ 35%. 100% അടച്ചാൽ ലാസ്റ്റ് മാസം അടച്ച ആ ടാക്സിൻ്റെ 100%. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. A facility is being made available on the portal for generating pre-filled challan in form
GST PMT 06 of the above payments. അവർ പറയുന്നു ഇതിനു വേണ്ടി ഒരു പ്രീ ഫിൽഡ് ഫോം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. Monthly tax payment through this method would not be available to those registered persons who have not furnished a return for a complete tax period preceding such month. പ്രീവിയസ് മന്തിലെ റിട്ടേണുകൾ ഫയൽ ചെയ്തവർക്ക് മാത്രമാണ് ഈ PMT 06 എന്ന് പറയുന്ന ഓപ്ഷനിൽ കൂടെ പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് സാധിക്കുള്ളൂ. കാരണം വെച്ചാൽ പ്രീവിയസ് മന്ത് ഫയൽ ചെയ്യാത്തവർക്ക് ആ മാസത്തിൽ എത്രയാണ് അടച്ചെന്ന് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡ്. അതിപ്പോൾ നിലവിൽ നമ്മൾ നടത്തിയിരിക്കുന്ന സിസ്റ്റം തന്നെയാണ് സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദ രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻ പേ ദ ടാക്സ് ഡ്യൂ ബൈ ദ കൺസിഡറിംഗ് ദ ടാക്സ് ലയബിലിറ്റി ഓൺ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ് ആൻഡ് ദ ഇൻപുട്ട് ആസ് ക്രെഡിറ്റ് അവൈലബിൾ. നോർമൽ നമ്മൾ അടയ്ക്കുന്ന ഇൻപുട്ടിൽ എത്ര വന്നിട്ടുണ്ട് നമ്മൾ നോക്കി ഔട്ട്പുട്ടിലെ ടാക്സ് തട്ടിക്കഴിച്ച് ബാക്കി എത്ര നടക്കുന്ന സംവിധാനമാണ് സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡ്. Auto-drafted ITC statement in GSTR 2B. In order to facilitate the ascertainment of the ITC available for the month, an auto-drafted ITC statement has been made available in the form GSTR 2B for every month. നമുക്കറിയാം ഇപ്പോൾ നിലവിൽ GSTR 3B ഫയൽ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ വിൻഡോയിൽ 2B ഉണ്ട്. 2B നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്, 2B വേണോ അതോ 2Bയിൽ ഇൻപുട്ട് എടുക്കണോ അതോ നമ്മുടെ ബുക്ക് ഓഫ് എൻട്രിയിൽ ഇൻപുട്ട് എടുക്കണോ. അപ്പോൾ പുതിയ സംവിധാനം അവർ കൊണ്ടുവന്നിരുന്നു. 10% 2Bയിൽ വന്നിരിക്കേണ്ട 10% കൂടുതൽ വേണമെങ്കിൽ എക്സസ് എടുക്കാമെന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നു. ഇതിനൊക്കെ ഇതിനൊരു വിരാമമാവുകയാണ് ഈ പുതിയ സമ്പ്രദായ പ്രകാരം. GSTR 2Bയിൽ വന്നിരിക്കുന്ന എമൗണ്ട് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അത് വെച്ചിട്ട് വേണം സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേ ചെയ്യുവാനായിട്ട്. നോൺ റിക്വയർമെൻറ്റ് ഓഫ് മന്ത്ലി ടാക്സ് ഡെപ്പോസിറ്റ്സ്. നമുക്ക് വേണമെങ്കിൽ മന്ത്ലി ടാക്സ് നിർബന്ധമല്ല. എങ്ങനെയാണെങ്കിൽ ഇൻ കേസ് എ ബാലൻസ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആൻഡ് ദ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഈസ് ആഡിക്വേറ്റ് ഓഫ് ദി ടാക്സ് ഡ്യൂ. നമുക്ക് വേണ്ടി വരുന്ന ടാക്സ് ഡ്യൂസിൻ്റെ എമൗണ്ട് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലോ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറോ ഉണ്ട് എങ്കിൽ നോ നീഡ് ടു ഡെപ്പോസിറ്റ് ദി ക്യാഷ് വേർ ദർ ഈസ് നിൽ ടാക്സ് ലയബിലിറ്റി. അല്ലെങ്കിൽ നമുക്ക് ടാക്സ് ഇല്ല എങ്കിൽ പോലും ഇല്ലെങ്കിൽ നമുക്ക് ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രജിസ്റ്റേർഡ് പേഴ്സൺ മേ നോട്ട് ഡെപ്പോസിറ്റ് എനി എമൗണ്ട് ഫോർ ദി സെഡ് മന്ത്. പക്ഷേ നമുക്ക് ഒരു മുൻധാരണയോട് കൂടിയിട്ട് ഇത്രയ്ക്കാണ് ടാക്സ് ഉണ്ടാവുള്ളൂ എന്നും അത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലോ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലോ ആഡിക്വേറ്റ് ആയിട്ടുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യം ഉള്ളൂ. റീഫണ്ട് ക്ലെയിം. The claim of the refund on respect of the amount deposited in the first 2 months of quarter for the payment of tax shall be permitted after the return 3B for the said quarter has been furnished. Further, this deposit cannot be used for the taxpayer any purpose till the filing return of the quarter. അതായത് നമ്മളിപ്പോൾ 2 മാസങ്ങളിൽ ഡെപ്പോസിറ്റ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. 3B ഫയൽ ചെയ്തു. പക്ഷെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് അത്രയ്ക്കുള്ള നമുക്ക് സപ്ലൈ ഉണ്ടായിരുന്നില്ല. അത് കൂടുതലാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് നിങ്ങളത് റീഫണ്ടിന് ക്ലെയിം ചെയ്തെടുത്തോളാനാണ് പറയുന്നത്. Quarterly filing 3B. The registered person would be required to furnish Form GSTR 3B for each quarter on or before 22nd or 24th day of the month succeeding such quarter. ഒരു പുതിയ ഡേറ്റ് സമ്പ്രദായം വന്നിരിക്കുന്നത് 22nd or 24th. അത് പ്രായോഗിക തലത്തിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുള്ളൂ. കാരണം വെച്ചാൽ GSTR 3B നമ്മളിപ്പോൾ ഫയൽ ചെയ്യുന്നുണ്ട്. അത് 20ാം തീയതി ആയിരുന്നു ഒരു ഡ്യൂ ഡേറ്റ്. ഇപ്പോൾ അത് 22ാം തീയതി ആക്കിയിട്ടുണ്ട്. പക്ഷെ 22nd or 24th 2 ഡേറ്റ് തന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് പ്രായോഗികമായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്കത് വിശദീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ GSTയുടെ സൈറ്റിൽ ഇങ്ങനെ 2 ഡേറ്റ് അവർ തന്നിട്ടുണ്ട്. Offsetting of first payments. The amount deposited in the first 2 months shall be debited solely to offset the liability in the quarter of GSTR 3B. However, any amount left after the filing of the quarter from GSTR 3B may either be claimed as refund or may be used of the any other purpose of subsequent quarter. ഇങ്ങനെ അധികമായി അടച്ച പൈസ നമുക്ക് വേണമെങ്കിൽ റീഫണ്ടിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സബ്സിക്വന്റ് ക്വാർട്ടറിൽ ഇനി വരുന്ന ക്വാർട്ടറിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. Applicability interest. No interest would be payable in case of tax due is paid in the first 2 months of the quarter by way of depositing auto-calculated fixed sum amount by the due date.
നമ്മൾ പറഞ്ഞു ഫിക്സഡ് സം മെത്തേഡ് പറഞ്ഞിരുന്നു, അതായത് 35% അല്ലെങ്കിൽ 100%. ഈ മെത്തേഡ് പ്രകാരം നമ്മൾ പൈസ അടയ്ക്കുകയാണെങ്കിൽ ആദ്യ 2 മാസങ്ങൾ പൈസ അടയ്ക്കുകയാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് വരികയില്ല എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓഫ് ലേറ്റ് ഫൈലിംഗ്. Further, in case of GST 3B for the quarter of furnishing beyond the due date, interest would be payable. നമുക്കറിയാം 3B ഫയൽ ചെയ്യുന്ന ഡേറ്റ് 22-ാം തീയതി 24-ാം തീയതി പറഞ്ഞു. ആ ഡേറ്റിന് 3B ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് നെറ്റ് ITC അടയ്ക്കാനുള്ള ടാക്സ് ലയബിലിറ്റിയുടെ ഇൻട്രസ്റ്റ് വരുന്നതായിരിക്കും. ഫസ്റ്റ് 2 മാസങ്ങളിലാണ് ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ളൂ. 3B ഫയൽ ചെയ്യാൻ വൈകിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റും കൂടി അടയ്ക്കേണ്ടി വരും. Applicability of late fee GSTR 1 and 3B. Late fee is applicable for delaying the furnishing of return details outward supply as per the provision of the section 47. GSTR 1 3B ഫയൽ ചെയ്യാനായിട്ട് വൈകിയാൽ ലേറ്റ് ഫീ വരും. No late fee for the delay of first 2 months. നമ്മൾ പറഞ്ഞു പേയ്മെൻറ്റ് PMT 06 പ്രകാരം 2 മാസം നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് ലേറ്റ് ഫീ ഇല്ല. ഇറ്റ് ഈസ് ക്ലാരിഫൈ ദാറ്റ് നോ ലേറ്റ് ഫീ ഈസ് ആപ്ലിക്കബിൾ ഫോർ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഇൻ ദ ഫസ്റ്റ് 2 months ഓഫ് ദി ക്വാർട്ടർ. ഒരു ക്വാർട്ടറിൽ 2 മാസങ്ങളിൽ പേയ്മെൻറ്റും 1 മാസം റിട്ടേണുമാണ്. ആ പേയ്മെൻറ്റ് അടയ്ക്കുന്ന മാസങ്ങളിൽ ലേറ്റ് ഫീ ഇല്ല. റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് വൈകിയാൽ ലേറ്റ് ഫീ വരും. ഇതാണ് ഈ പുതിയ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ക്ലാസ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. GSTയിലെ ഏറ്റവും പുതിയ റിട്ടേൺ ഫയലിംഗ് സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. GSTയിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.